ഹായ് ഫ്രണ്ട്സ്, ഷെഫീസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസത്തിൻ്റെ റെസിപ്പി ആട്ടോ. നമ്മളിത് പരിപ്പും അവലും വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അതുപോലെ നമ്മളിതിലേക്ക് ശർക്കരയല്ല ചേർത്തിട്ടുള്ളത്, പഞ്ചസാര കാരമലൈസ് ചെയ്തിട്ടാണ് ചേർത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ്. അതുപോലെ നമ്മളിത് ഇലയിലേക്ക് ഒഴിച്ചാൽ ഒലിച്ച് പോകാത്ത രീതിയിൽ നല്ല തിക്കായിട്ടാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ലൂസാക്കി എടുക്കാം കേട്ടോ. എനിക്കിതുപോലെ സ്പൂൺ വെച്ചിട്ട് കോരി കഴിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്കിതിലേക്ക് ആദ്യം വേണ്ടത് ഇതുപോലൊരു ബൗള് പരിപ്പാണ്. ഞാനിവിടെ ചെറുപയർ പരിപ്പാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് നല്ല രീതിയിലൊന്ന് കഴുകിയിട്ട് നമുക്കൊന്ന് വറുത്തിട്ടൊന്ന് വറുത്തെടുക്കാം. അതുപോലെ നമുക്ക് അവിലൊന്ന് വറുത്തെടുക്കണം. നമ്മൾ ഇത് 10 പേർക്ക് കഴിക്കേണ്ട പായസമാണ് തയ്യാറാക്കിയിട്ടുള്ളത് കേട്ടോ. ഞാനിത് കുറച്ച് തിക്കായി കഴിക്കുന്നതുകൊണ്ട് 10 പേർക്ക് കഴിക്കാം. അല്ലാതെ ലൂസാക്കിയിട്ടാണെങ്കിൽ ഒരു 10-13 പേർക്ക് കഴിക്കേണ്ട പായസത്തിനുള്ള അളവാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇനി പാത്രം ചൂടായിലേക്ക് അവലിട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് വറുത്തെടുത്തിട്ട് നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് മാറ്റാം. എന്നിട്ട് നമുക്ക് ഇതേ പാത്രത്തിൽ തന്നെ നമുക്ക് ചെറുപയർ പരിപ്പ് ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കാം. ഇനി നമുക്ക് വറുത്തെടുത്ത പരിപ്പൊന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ടൊരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ ബൗളിൽ തന്നെ 2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് വറുത്തെടുത്ത അവിലൊന്ന് പൊടിച്ചെടുക്കാം. അവിൽ നമ്മളിവിടെ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് പൊടിച്ചിട്ടില്ല, ചെറുതായിട്ടൊന്ന് തരിയായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി പായസം തയ്യാറാക്കാനായിട്ടൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമുക്ക് ആദ്യം പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് പെട്ടെന്നൊന്ന് കാരമലൈസ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിവിടെ നല്ല രീതിയിൽ കാരമലൈസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് അങ്ങ് കരിഞ്ഞിട്ടില്ല, എന്നാൽ അത്യാവശ്യത്തിന് നല്ലൊരു ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്ക് ഓവറായിട്ട് കരിഞ്ഞു പോയാലും നമുക്ക് ആ കയ്പ്പ് മുന്നിട്ട് നിൽക്കും. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ തേങ്ങാപ്പാലല്ല ചേർത്ത് കൊടുക്കുന്നത്, ഞാനിവിടെ പാക്കറ്റ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിതിലേക്ക് ഒരു 1.5 ലിറ്റർ പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ലിറ്റർ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അത് ലൂസായിട്ടാണ് വേണ്ടതെങ്കിൽ 2 ലിറ്ററോ 2.5 ലിറ്ററോ ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ കുറച്ച് തിക്കായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇനി നമുക്കിതൊന്ന് പഞ്ചസാരയ്ക്ക് ഒന്ന് മെൽറ്റാവുന്ന വരെ ഒന്ന് ഇളക്കിയിട്ട് മെൽറ്റായതിന് ശേഷം നമുക്കിതിലേക്ക് പൊടിച്ചെടുത്ത അവിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് വേവിച്ചെടുത്ത പരിപ്പ് കൂടി ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മളിവിടെ ചെറുപയർ ഒരുപാട് അങ്ങ് വേവിച്ചിട്ട് ഉടച്ചെടുത്തിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ രീതിയിൽ ചെയ്യാവുന്നതാണ്. ഞാൻ ഇവിടെ ചെറുപയർ പരിപ്പ് ഒന്ന് കടിക്കാൻ കിട്ടുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് നല്ല രീതിയിലൊന്ന് കുറുകി വരട്ടെ. നമ്മുടെ പരിപ്പ് പാലിലൊന്ന് കിടന്നിട്ട് നല്ല രീതിയിലൊന്ന് സോഫ്റ്റായി വരുന്നവരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇതിലേക്ക് നേരത്തെ പഞ്ചസാര ചേർത്തിട്ടില്ല, കാരമലൈസ് ചെയ്ത പഞ്ചസാര മാത്രമാണ് ചേർത്തിട്ടുള്ളത്. അതുപോലെ നമുക്കിതിലേക്ക് മിൽക്ക് മെയ്ഡ് കൂടി ചേർക്കാനുള്ളത് കൊണ്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിതിലേക്ക് ഏലക്കപ്പൊടി ചേർക്കുന്നില്ല കേട്ടോ, ജീരകപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിനി ഇത് ലാസ്റ്റ് തീ ഓഫ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് മിൽക്ക് മെയ്ഡ് കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് നെയ്യിൽ വറുത്തെടുത്ത തേങ്ങാക്കൊത്ത് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ തേങ്ങാക്കൊത്ത് വറുക്കുന്ന വീഡിയോ ഇതിൽ കാണിക്കുന്നില്ല, നമ്മുടെ വീഡിയോയുടെ ലെങ്ത്ത് കൂടണ്ട വിചാരിച്ചിട്ട് അത് കാണിച്ചിട്ടില്ല. ഇനി നമുക്കിത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പ് അവിൽ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങളിത് രണ്ടും കൂടി ചേർത്ത് വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് വെച്ച് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യും കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ബായ്.